ഉണ്ടാക്കാൻ പോകുന്നത് എങ്ങനെ പെട്ടെന്ന് ഒരു ഗ്രീൻ പീസ് കറി തയ്യാറാക്കാവുന്നതാണ്. സോ സമയം ഒട്ടും കളയണ്ട, നമുക്ക് സെറ്റാക്കിയേക്കാം. ലെറ്റ്സ് ഡു ഇറ്റ്. ആദ്യം തന്നെ ഇതിന് വേണ്ടത് ഗ്രീൻ പീസ് ആണ്. ഞാനിവിടെ എടുത്തേക്കുന്ന ഫ്രോസൺ ഗ്രീൻ പീസ് ആണ്. നമ്മുടെ സാധാരണ ഗ്രീൻ പീസ് എടുത്താൽ അത് സോക്ക് ചെയ്ത് വെക്കണം. വിസിലടിക്കുന്നതും അതിനനുസരിച്ച് മാറിക്കോളും. ഇതാകുമ്പോൾ ഒറ്റ ഒരു വിസിൽ തന്നെ ധാരാളമായിരിക്കും. സോ ഒരു ബൗൾ. സോ അതിലേക്ക് ഒരു 5-6 വെളുത്തുള്ളിയുടെ അല്ലി, ഒരു 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഒരു തക്കാളി, ഒരു സവോള, ഇത്രയും കൂടി ആഡ് ചെയ്യുന്നു. അതിലേക്ക് തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഓക്കെ, അത് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ടായിരിക്കും. ഇതിപ്പം ഒരു വിസിലടുപ്പിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അത്ര. സോ ഇതുകൊണ്ട് ഞാൻ വേറൊരു ഡിഷും കൂടി ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ഗ്രീൻ പീസും മുട്ടയും കൂടി ചേർത്ത് മിക്സ് ചെയ്യുന്ന പറഞ്ഞതാണ്. അതിനുവേണ്ടി ഇതിൽ നിന്ന് കുറച്ച് ഗ്രീൻ പീസ് നമ്മളെടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. അതിന് വെള്ളത്തിൻ്റെ ആവശ്യം ഒട്ടും തന്നെ ഇല്ല. സോ ഒരു 2 സ്പൂൺ ഇതെടുത്തിട്ടുണ്ട്. അതെടുത്ത് മാറ്റി. ഇനി മെയിനായിട്ട് ഇതിനകത്ത് ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് കോക്കനട്ട് മിൽക്ക്. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഗ്രേവി ഒന്ന് കുറുകി വരുന്നതായിരിക്കും. അതും കൂടി ആകുമ്പോഴത്തേക്കും നമ്മുടെ ഗ്രീൻ പീസ് ഏകദേശം സെറ്റാണ്. ഇതിനകത്തോട്ട് നമ്മുടെ കുറച്ച് തേങ്ങാപ്പാൽ. ഇത് തിളയ്ക്കാൻ വേണ്ടി നിൽക്കേണ്ട, അത് മുമ്പേ തന്നെ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പം ഗ്രേവിക്ക് നല്ല. അപ്പം ഞാൻ നേരത്തെ എടുത്തു വെച്ചിരുന്ന ഗ്രീൻ പീസ് ഉണ്ടല്ലോ, കറിയിൽ നിന്ന്, അത് വെച്ച് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഗ്രീൻ പീസ് മുട്ട മസാലയാണ്. അത് സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ്. ജസ്റ്റ് കുറച്ച് എണ്ണ ഒഴിക്കുക ആദ്യം ഒരു പാനിലേക്ക്. ഓക്കെ, അതിനുവേണ്ടി നമ്മുടെ പാൻ വെച്ചു. പാനിലേക്ക് എണ്ണ ഒഴിച്ചു. അതിലേക്ക് ഒരു 2 മുട്ട, അതിലേക്ക് നമ്മുടെ ഗ്രീൻ പീസ് കൂടി ആഡ് ചെയ്യുന്നു. അതിലേക്ക് കുറച്ച് ഉപ്പ്. നേരത്തെ നമ്മൾ ഗ്രീൻ പീസ് വേവിക്കാൻ നേരത്ത് ഉപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഒരു സ്വല്പവും കൂടി ഇട്ട് കൊടുത്തു. അതുകൂടാതെ തന്നെ കുറച്ച് സ്പൈസിനെസ്സിന് വേണ്ടി ഒരു 1/2 സ്പൂണ് പെപ്പർ. ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ നമ്മുടെ ഗ്രീൻ പീസ് എഗ് മസാല റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ഗ്രീൻ പീസ് കറിയിൽ നിന്ന് ബാക്കി വെച്ചുള്ള പരിപാടിയിൽ നമ്മൾ ചെയ്തതാണ്. ഇത് നമുക്കിത് സെർവ് ചെയ്യാം. സെർവ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ കുറച്ച് സവാളയും കുറച്ച് മല്ലിയിലയും ഇതിൻ്റെ മേളിലോട്ടിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. സോ 2 ഓഫർ ഏറ്റവും പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഡിഷാണ്. ഓക്കെ, അപ്പം ഇന്നത്തെ ടെസ്റ്റ് ടോണിക്കുട്ടനാണ്. ടോണിക്കുട്ടൻ ഞാൻ കൊടുത്തു നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പം അടുത്ത വീഡിയോ ഇനിയും കാണുന്നതായിരിക്കും. എല്ലാവർക്കും നമസ്കാരം. See you for the next video. Thank you. Bye.